झुमके ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान। मोटर ना बंगला मांगो, झुमका ना हार मांगो, मोटर ना बंगला मांगो, झुमका ना हार मांगो। दिल को चलाने वाले दिल का करार मांगो, सैया बेदर्दी मेरे थोड़ा सा प्यार मांगो, सैया बेदर्दी मेरे थोड़ा सा प्यार मांगो। किस्मत बना दे तेरी, दुनिया बसा दे मेरी, कर ले सगाई मेरी जान, हाय रे मैं तेरे कुर्बान। कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। जब से है देखा तुझको हो गए गुलाम तेरे, जब से ही देखा तुझको हो गए गुलाम तेरे। अपना बना ले गोरे आएंगे काम तेरे, अपना ये जीवन सारा लिख देंगे नाम तेरे, अपना ये जीवन सारा लिख देंगे नाम तेरे। कुड़ता ये जाली वाला उस पर मोतियन की माला, कुड़ते ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान। कचरा मोहब्बत वाला अखियों में ऐसा डाला, कचरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। ഞങ്ങൾ പോലീസാണെന്നോ? പിന്നെ നിങ്ങൾ എന്തിനാ വേഷം മാറി വന്നേക്കണേ? ഒരു അബദ്ധം പറ്റി പോലീസുകാർക്ക്. സൂപ്പർ സ്റ്റാർ ഷോയിലെ പ്രൈസ് മണി കാണാനില്ലെന്നും പറഞ്ഞ് ഞങ്ങൾക്കൊരു വിവരം കിട്ടിയായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ കണ്ടുപിടിക്കാനാണ് വന്നത്. എന്നിട്ട് കണ്ടുപിടിച്ചു. ഷാനിക്ക, നമ്മൾ 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം. കള്ളനെ കണ്ടുപിടിക്കാൻ വടി പോലെ നിൽക്കുന്നത്. അയ്യോ, അത് അഖിലയുടെ പെട്ടിയാ. അയ്യോ, അറസ്റ്റ് പോലീസേ. എടോ, അത് അഖില ആനന്ദിന്റെ പെട്ടിയാ. അതാ കണ്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുമെന്ന് പറഞ്ഞു. അവരുടെ പെട്ടിയത്. പറയാറ് 1ാം സമ്മാനം 2ാം സമ്മാനം നിനക്ക് നീ ഗ്രീഡിയായി. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ഒരു പെട്ടി പിടിച്ചു പോണത്. അതെ അല്ല, ഞാൻ മറന്നുപോയി, നമ്മള് ഒരേ സൈഡാണല്ലേ. പക്ഷെ ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ സാറേ എനിക്ക് അറിഞ്ഞൂടാ സാറേ. എന്നാലും കണ്ടുപിടിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല സാറേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ പോലീസുകാരെ, അല്ല നിങ്ങളിതിന് എഴുതി കാണിച്ചത്
ചോദിച്ചാ പോരെ, പറഞ്ഞാ ഡയലോഗ് പോരെ. ഞങ്ങളിത് ഇപ്പൊ കാണിക്കുന്നതല്ലേ നല്ലത്, പിന്നെ ബാക്കി ഞങ്ങൾ ഡയലോഗായിട്ട് പറയാൻ വിചാരിച്ചു. അതിനേക്കാളും നല്ല പെട്ടെന്ന് ഞങ്ങൾ പോലീസാണോ എന്ന് പറഞ്ഞാൽ അവിടെ കൺവേ ചെയ്യും. ഇതൊക്കെ എഴുതി കാണിച്ച് കണ്ണും കാണാൻ പോയി. ഞാൻ വിചാരിച്ചു എന്ത് മുദ്രാവാക്യാണെന്ന് വിചാരിച്ചു. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ കൊള്ളാം, കൊള്ളാം. Nice. കൊച്ചു കൊറേ വലഞ്ഞ് പാറു. ആ പെട്ടി കൊണ്ടുവച്ചിട്ട് തുറക്കാനേ പോലീസ്, ഇപ്പുറത്തെ പെൺ പോലീസ്. ആ. അയ്യോ വേണ്ട. എന്തായാലും അടിപൊളി സൂപ്പർ പ്രസന്റേഷൻ ആയിരുന്നു. ആ കോസ്റ്റ്യൂം ഒക്കെ കറക്റ്റ് ആ സോങ്ങിലെ പോലെ. എങ്ങനെ ഒപ്പിച്ചു നിങ്ങള്? അത് ഇവിടെ തന്നു. എല്ലാം സെറ്റ് ചെയ്ത്. ഓക്കെ, നൈസ് പെർഫോമൻസ്. അപ്പൊ എന്തായാലും പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിക്കാം. ജഡ്ജസിനോട് ചോദിക്കുന്നതിന് മുന്നേ അഖില ചേച്ചി, എങ്ങനെ ഉണ്ടായി നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു, സൂപ്പർ. രണ്ടുപേരും തകർത്തു. കോസ്റ്റ്യൂമും എല്ലാം സൂപ്പറായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്താ ഇവിടെ ഇരുന്നത്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇനി ജഡ്ജസിനോട് ചോദിക്കാം. ഷാനിക, എവിടുന്ന് തുടങ്ങിക്കോ? ഞാനോ? ഓ നോ. വിഷു ഒക്കെ അല്ലേ? Let the golden boy start. ഓക്കെ, ഹായ് മക്കളെ പോലീസേ. അത് നിങ്ങൾ രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ കാണുമ്പോഴും ചില ഏരിയ ഒക്കെ കേൾക്കുമ്പോഴും ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പം നിങ്ങൾ തോപ്പം മത്സരിക്കുകയായിരുന്നു കുഴപ്പം വരുത്താൻ വേണ്ടി. എന്തെങ്കിലും ഒരാൾ തെറ്റുമ്പോൾ അയാൾ മറ്റാൾ ഞാൻ വൃത്തിയായിട്ട് അങ്ങ് തെറ്റി. അതാ ഞാൻ പുറകെ ഉണ്ടെന്ന്. ആ ഒരു നിങ്ങൾ തങ്ങളുള്ള ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവണം മക്കളെ. ആ ഡില്ലിയൊക്കെ പാടി തെറ്റിച്ചപ്പോൾ മറ്റേ ആള് പുറകെ വന്ന് അതിനേക്കാളും ഭംഗിയായിട്ട് തെറ്റിച്ച് കാണിച്ച്. അപ്പൊ പിന്നെ നമുക്ക് വിഷമിക്കണ്ട. അവർ ഈ കുട്ടി നന്നായിട്ട് പാടി എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആശയക്കുഴപ്പത്തിലില്ല. ചതിച്ചില്ല, നിങ്ങൾ പരസ്പരം ചതിച്ചില്ല. നിങ്ങൾ സൂപ്പറായിരുന്നു. എന്താന്ന് മക്കളെ, നിങ്ങൾ കുറേയും കൂടെ ശരിയാവണം അവിടെ. ഇത് മോഡൽ ഏതാണ്ട് ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഫെയ്ഡ് കണ്ട്. എന്ത് പറ്റി? ശ്വാസം പോയോ? എന്താണ് പോലീസേ? ചെറുതായിട്ട് ശ്വാസമല്ല, ശ്വാസം. ശ്വാസം പോയി. ആ കുഴപ്പമില്ല മക്കളെ, ശ്വാസം കുഴപ്പം. അത് നമ്മൾ ശ്വാസം വലിച്ചു കയറ്റിട്ട് വേണം പാടാൻ കേട്ടോ. ഒന്നാമത് ഇമാരിയുള്ള പാട്ടല്ലേ. എന്ത് രസമായി പാട്ട്. അത് മക്കൾ ഇത് പറയും, ഇതിന്റെ സൃഷ്ടി കർത്താക്കളൊക്കെ ആരാണെന്ന് പറയും. പാടിയത് മ്യൂസിക് OP നയ്യാർ സാർ. OP നയ്യാർ, ഉഗ്രം കമ്പോസർ. എഴുതിയതോ CH മുഹമ്മദ് കോയ. ഇത് എഴുതിയത് ആരാണെന്നുള്ളൊരു തീരുമാനമായ നിങ്ങൾ രണ്ടും കൂടെ? ആരാണ്? നിങ്ങളൊരു തീരുമാനത്തിൽ അപ്പൊ മക്കളെ ഇത് പാടിത്ത് നല്ല രസമായിരുന്നു. മോള് സ്റ്റാർട്ട് ചെയ്തത്, മോളല്ല മോൻ, പോലീസ് മോൻ സ്റ്റാർട്ട് ചെയ്തത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് ആയി. കൊച്ചി ആ നീ എന്നുള്ള നോട്ടൊക്കെ മക്കൾ മാറി അടുത്ത നോട്ടാ പാടുന്നത്. അപ്പം മക്കൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതൊരു പെപ്പി പാട്ടാണെങ്കിലും അതിൽ മ്യൂസിക്കാലിറ്റി ഇല്ലേ, നമ്മൾ അത് വിട്ട് കളിക്കാൻ പാടുണ്ടോ? പിന്നെ മോളെ ഇത് തുടങ്ങി പിന്നെ ഏതാണ് ആ ഡില്ലിക്ക് അതൊന്ന് പാടാമോ രണ്ടുപേരും പെർഫെക്റ്റ് ആയിട്ട്? दिल्ली शहर का सारा मीना बाजार लेके, दिल्ली शहर का सारा मीना बाजार लेके. മോനെ ആദ്യം എന്റെ തുടക്കം ഒന്ന് പാടിയേ. ആ മോനെന്ന് വേഷം ഇട്ടിട്ട് അത് മോനെ അതൊന്ന് പാടിക്കേ, തുടക്കം പാടിക്കേ. ഇപ്പൊ പാടിയത് ആ ഒരു ബെൻഡുണ്ട്. അതുണ്ട്, അത് കുറെ. അതാണ് എൻ്റെ ലൈഫ്. ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ കേട്ടോ, അതൊക്കെ നോക്കണം. പിന്നെ നിങ്ങൾ ചേർന്ന് പാടിയത് ഒട്ടും ചേർന്നിട്ട് അത് നിങ്ങൾ പാടുന്ന സംഗതികൾക്ക് പോലും വ്യത്യാസമുണ്ട്. അതെന്താ പറ്റിയേ? എന്ന് പാടുമ്പോൾ ഒരാൾ മേപ്പോട്ട് പാടും. ആ ലെവലിൽ വ്യത്യാസം ഉണ്ടായിരുന്നു മക്കൾ. ഇത് ടെലികാസ്റ്റ് വരുമ്പോൾ കേൾക്കണം കേട്ടോ. പക്ഷെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു മക്കള്. അത് ഷാഹുൽ ചെയ്താൽ അത് നന്നാവും. പക്ഷെ ഷാഹുല് വന്ന് പാടാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ തന്നെ പാടണ്ടേ മക്കൾ? അത് ശരിയായിക്കൊള്ളണം.
പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ആഘോഷ തിമിർപ്പിലല്ലേ, അതുകൊണ്ട് അധികം പറയുന്നില്ല. എന്നാലും കുഞ്ഞുങ്ങളെ നിങ്ങൾ കുറച്ചും കൂടെ ശരിയാവണം കേട്ടോ. കാരണം നമ്മളൊരു കോമ്പറ്റീഷനാണിത് അല്ലേ, അപ്പോൾ അത് നമുക്ക് അങ്ങനെയല്ലേ കണക്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മക്കളെ എന്തൊക്കെയാലും കൊള്ളായിരുന്നു. അവസാനത്തെ ഞങ്ങൾ പോലീസായിരുന്നു. ഓ വണ്ടർഫുൾ ട്വിസ്റ്റ്. ഓ അസാധ്യം. ഒരു കൊച്ചു പെട്ടി തുറക്കാനൊക്കെ അവിടെ ഇരുന്ന് വലഞ്ഞത്. എന്തൊക്കെയാലും കൊള്ളായിരുന്നു മക്കളെ കേട്ടാ. ഇത് ഒന്ന് ഇനിയെങ്കിലും കാര്യം നല്ല പാട്ടാടാ, എന്ത് രസം. ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എനിക്ക് ഇൻ അഡിഷൻ പറയേണ്ടതായിട്ട് ഞാൻ കടമപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് സാധാരണ സെലിബ്രിറ്റീസ് ഉള്ള റൂം അതാണ്. അപ്പം അത് അവിടെ എന്തെങ്കിലും മൂക്കി എറിയുന്ന ശബ്ദം വരെ എനിക്ക് വൃത്തിയായിട്ട് ഇവിടെ നിന്നാ കേൾക്കാം. ഞാനിരുന്ന് എനിക്കാണെങ്കിൽ കുറച്ച് സീരിയസ് ഈ സംസാരിക്കാനും ഒക്കെ ഉണ്ട് കുറേ ഷോ കാരണം. ഈ പാട്ട് പാടി 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 അവസാനം ഞാൻ എൻ്റെ ഇത് ആരുടെ കിടന്ന് പാടുന്നത് ഇതേ പാട്ട് പാടി ശല്യപ്പെടുത്തി വെറുപ്പിച്ച് അവിടെ പോയി ഞാൻ സത്യത്തോടെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞു നോക്കും. സുസ്മേരവദനയായിട്ടൊരു നല്ല ചന്തമുള്ള ഒരു പെണ്ണ് നിൽക്കുന്നു. ഇത് രമ്യ നമ്പീശൻ. അപ്പൊ രമ്യ നമ്പീശന് കുറെ ഇഷ്ടമുള്ള ഒരു പാട്ട്. അപ്പൊ രമ്യ നീ അവിടെ ഇരുന്ന് പാടി പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു ഫലം ഇവിടെ കാണണം. പക്ഷെ ഈ ശ്രുതി മക്കളെ ഇത് പറ്റത്തില്ല രമ്യ കേട്ടോ. ഞങ്ങളെ എപ്പോഴും പ്രതിമാധ്യമത്തിന്റെ ആളാണ് രമ്യ. ഇത് എത്ര ആയിരുന്നടാ ശ്രുതി അനൂഫേ? എഫ് ഷാർപ്പ്. അപ്പൊ അതിന്റെ പ്രതിമാധ്യമം പിടിക്ക് സി. അയ്യോ മക്കളെ, സിയാണ് പ്രതിമാധ്യമായ എഫ് ഷാർപ്പ്. गजरा मोहब्बत वाला अखियों में ऐसा डाला, गजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। गजरा मोहब्बत वाला अखियों में ऐसा डाला, गजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान। गजरा मोहब्बत वाला अखियों में ऐसा डाला, गजरा ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान, हाय रे मैं तेरे कुर्बान। What an improvisation, darling. സൂപ്പർ. താങ്ക് യു. ഏത് പാട്ട് കൊടുത്താലും അത് ബേസ് പാടത്തിൽ. അതാണ് റിമീസ്. ലാസ്റ്റ് ഇംപ്രൂവൈസ്. ഓക്കേ ഷാനിക. കുട്ടികളെ, ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയാ, ഈ നമ്പർ ലോക്കുള്ള പെട്ടിയുടെ ഈ ലോക്ക് എങ്ങനെയാണ് ഈ പോലീസിന് അറിയാവുന്നത്? ലോക്കില്ലാത്ത പെട്ടിയിൽ ആരെങ്കിലും ഇത്രയും പണം വെക്കുവോ? ഞാനല്ല, എനിക്കിത് ഒരു പങ്കുമില്ല. അപ്പൊ എനിക്ക് എന്തോ അതില് എന്തോ ഒരു ദുരൂഹത ഞാൻ കാണുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ പോലീസുകാർ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. അപ്പൊ ഷാനെന്താണ് പറഞ്ഞ പോലീസുകാരാണ് കള്ളന്മാരെന്ന്? ഇപ്പൊ ഇത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പണം അവരുടെ കയ്യിലാണല്ലോ. ഞാനാണെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചേക്കാ. അപ്പൊ സമ്മതിച്ചല്ലേ? സ്വയം കുറ്റസമ്മതം നടത്തിയല്ലേ? എന്റെ കയ്യില് ശരത്തോളം കൈനീട്ടം മാത്രമേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കണം, എന്നാലാണ് ഈ കള്ളി പിന്നെ സത്യം പുറത്തു വരാൻ. ഇതിപ്പോ അവള് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, എല്ലാം ഞാൻ എണ്ണി തെറ്റപ്പെടുത്തി വെച്ചതായിരുന്നു. എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി നീ എണ്ണി തെറ്റിപ്പെടുത്തി ഇവിടെ വെച്ചിരിക്കുന്നു അല്ലേ? അവിടെ തൊഴിൽക്കാരൻ സതീഷ് ഭായി എന്തിനാ വെച്ചിരിക്കണം അവിടെ? സതീഷ് ചേട്ടനെ എന്നെ തേപ്പിച്ച്. അപ്പൊ കുടുംബത്തോടെ കള്ളന്മാരല്ലേ? മൊത്തം അടിച്ചോണ്ട് നാളെ മറ്റന്നാൾ എന്റെ സെറ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടാവും. കുട്ടികളെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊന്ന് കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് ആവാന്ന് എനിക്ക് തോന്നി. ഈവൻ ആ ഡാൻസിൽ പോലും ഒരു എന്തോ അൺകംഫർട്ടബിൾ ആണോ എനിക്കറിഞ്ഞൂടാ. എനിക്കത് കാണുമ്പോഴൊരു സിങ്ക് ഔട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് എനിവേസ്, പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമായിരുന്നു.
ആ കാര്യത്തില് കട്ടയ്ക്ക് കട്ടയായിരുന്നു. ഐക്കോണിക് പെയർ ആണല്ലോ. ഐക്കോണിക് പെയർ. ഇത് ആരൊക്കെയാണ് ഐക്കോണിക് പെയർ? ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആശാ ഭോസ്ലെ മാമും ശംഷാദ് ബീഗം മാമും. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് സോങ് ആണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ പാർവണ കൊണ്ടുവന്നു. ടെക്നിക്കലി നോക്കുമ്പോൾ ഒരു പടിക്ക് മുന്നിൽ തീർച്ചയാണ്. എങ്ങനെയാണ് നമുക്കിപ്പം ഇതിനെ സമപ്പ് ചെയ്യാൻ പറ്റുക? പക്ഷേ രണ്ടും ഇങ്ങനെയാണ് കിടക്കണേ. കുറേ പിന്നെ ശ്രുതി കുറേ ഭാഗത്തൊക്കെ പോയി, ചില നോട്ട്സ് വേറെന്തൊക്കെയാണ് കേട്ടത്. നിങ്ങൾ യൂണിസൺ, നിങ്ങൾ ഒരുമിച്ച് പാടിയത് വേറെ എന്തൊക്കെയോ ആയിട്ടാണ്, ഭയങ്കര കല്ലൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അതെന്താണ്? സാധാരണ നിങ്ങൾ രണ്ടുപേരും അടിപൊളി പിള്ളേരാണല്ലോ, എന്ത് പറ്റി? ക്യാ ഹുവാ? തേരാവാദ ഷാൻ, ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറയും. ഓക്കെ, ചേച്ചി ഇവിടെ ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ അന്ന് വന്നു പോയില്ലേ, അതിന് ശേഷം ഞാൻ ഇവിടെ ഇപ്പൊ ഇത് കുറച്ച് കൂടുതലാ. എഴുന്നേറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ. ഞാനത് മുന്നിൽ കാണുന്നുണ്ട്. എഴുന്നേറ്റാലും കുഴപ്പമില്ല, അടിക്കാൻ വരാതെ. ഓക്കെ, അപ്പം ഇതാണ്. എന്ത് പറ്റി? എക്സ്പ്ലെയിൻ പ്ലീസ്. We need the correct explanation, guys. പറയാം. അപ്പൊ എന്തോ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ പറയാൻ? പോയി എന്നൊക്കെ ഒന്നുമില്ല, അറിയൂല. ഞങ്ങള് റിഹേഴ്സൽ ടൈമിലൊക്കെ നന്നായി ചെയ്തു. ആണോ? പാടുകയും ചെയ്തു. ഓക്കെ, എന്നാ നിങ്ങൾ ഇതിന്റെ ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞു ഇതിന്റെ ടെലികാസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. ഉറപ്പായിട്ട് ഇത് കണ്ട് പറ്റെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്ക്. എന്നിട്ട് ആക്ച്വലി നിങ്ങളുടെ പെർഫോമൻസസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. എനിക്കൊരു ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്തില്ല. ഓക്കെ, അതർവൈസ് കാണാനൊക്കെ ഇറ്റ് ഇസ് നൈസ്. ആ ഒരു സംഭവം അവസാനത്തെ ആക്ട് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം തീർത്ത പെട്ടി പണ്ടര തുറക്കുന്നുമില്ല. പാർവനാണെങ്കിൽ ബോർഡും പിടിച്ച് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പെട്ടി തുറക്കടി. ഇറ്റ് വാസ് നൈസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹായ് പാർവണ, ഹായ് തീർത്ഥ. എനിക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ആക്ടിൽ ഭയങ്കരമായിട്ട് അങ്ങ് മുഴുകിപ്പോയി. അതാണ് സംഭവിച്ചത്. ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് ഇടണം, പിന്നെ മറ്റേ അങ്ങോട്ട് പോയപ്പോൾ ആ ഒരു സ്റ്റെപ്പൊക്കെ ഇല്ലേ, അത് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇന്റൻഷൻ ആയി പോയി തോന്നുന്നു അല്ലേ? അതാണോ പറ്റിപ്പോയത്? റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇല്ല, അതപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ പെർഫോമൻസ് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് കാണുക. പക്ഷെ അല്ലെങ്കിൽ ആസ് എ പെർഫോമൻസ് ഇത് ഭയങ്കര രസമുള്ള ഒരു സ്റ്റെപ്സും കോർഡിനേഷനും കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങൾ നന്നായിട്ട് വരും എന്ന് വിചാരിക്കുന്നിടത്ത് പെട്ടെന്ന് ഒരു ഡ്രോപ്പ് വന്നു, അങ്ങനെയൊക്കെ. അതൊരു ഇങ്ങനെ ഒരു 50-50 അങ്ങനെ ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതർവൈസ് അവസാനത്തെ ആക്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ആ സ്റ്റെപ്പ് ഒന്നും കൂടി എനിക്ക് പുറത്ത് വന്നിട്ട് കാണിച്ചു തരണേ പാർക്കുട്ടി. ഉറപ്പായിട്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ടൈം ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നേ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ഓക്കെ, അതിനു മുന്നേ രമി ചേച്ചി മാർക്ക് ഹിഡൻ ആണ്. ചേച്ചി പേപ്പറിൽ അത് പറഞ്ഞപ്പോ ഒരു പറയാം. ഒരു കാര്യം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുല്ലപ്പോമ്പിടി ഏറ്റുമെടുക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ. ഇവിടെ വന്നതിന് പോയ ചേച്ചി ഇങ്ങനെ സ്വഭാവം തുടങ്ങി. ഇന്നലെ ഒരു കഥ പറഞ്ഞില്ല, ഇത് കഴിക്കുന്നതിന് മുമ്പേ കരിങ്കുരങ്ങിനെ പറ്റി ആലോചിക്കുന്നത് അതുപോലെയാണ്. ഞാൻ പറയാൻ പാടില്ല. ഒരിക്കലും ശരത് സാർ ആദ്യം പാർവണയുടെ. ഓൺ പോലീഷേ 7.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക സെയിം 7.8. താങ്ക് യു സർ. ഓക്കെ, സോ പാർവണയുടെ ടോട്ടൽ 15.6. ഓക്കെ, ഇനി തീർത്ഥക്കുട്ടിയുടെ പെൺപോലീസ് മക്കൾക്കും 7.8 മാർക്സ്. താങ്ക് യു. താങ്ക് യു ശരത് സാർ. ഷാനിക സെയിം 7.8. ഓക്കെ, സോ ടോട്ടൽ 15.6. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. സെയിം മാർക്ക് വാങ്ങി ഐക്കോണിക് പെയർ റൗണ്ടിൽ ഒരേ മാർക്ക് വാങ്ങി പോകുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.